കൊയിലാണ്ടി ചരിത്ര സാക്ഷ്യങ്ങളിലൂടെ കൊയിലാണ്ടിയിലേക്ക്. കൊയിലാണ്ടിയുടെ പഴയ പേര് തുണ്ടി അഥവാ തൊണ്ടി എന്നായിരുന്നു അത്രേ. ചേര ചക്രവർത്തിയുടെ താൽക്കാലിക ആസ്ഥാനം ഇവിടേക്ക് മാറ്റിയതോടെ ഇത് കോയിൽ തുണ്ടിയായി. പിന്നീട് കോവിൽ കണ്ടിയും. അങ്ങനെയാണ് കൊയിലാണ്ടിയുടെ മാറിയ പേരിന്റെ പരിണാമങ്ങൾ. ഇത് തൂവപ്പാറ ബീച്ച്. ചരിത്ര പ്രസിദ്ധമായ കാപ്പാടിനോട് ചേർന്ന് നിൽക്കുന്ന തൂവപ്പാറ ബീച്ചാണിത്. ഇത് കാപ്പാട് സ്തൂപം. ഇവിടെയാണ് 1498 പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമ കാലുകുത്തിയത്. അധിനിവേശത്തിന്റെ വിഷലിപ്ത സ്വപ്നങ്ങളുമായി ഗാമയുടെ പാദസ്പർശം. പിന്നീട് ആ പാത പിന്തുടർന്ന് ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ കാലങ്ങൾക്കൊടുവിൽ ഇന്നാട്ടിലെ രാജാക്കന്മാരെയും വിദേശികളെ പോലും വിഴുങ്ങി. സൂര്യൻ അസ്തമിക്കാത്ത നാടിന് അധിപതികളായ ഇംഗ്ലീഷുകാർ, അവർ ഈ നാടിന്റെ സർവാധിപതികളായി. പിന്നീട് അടിച്ചമർത്തലുകളുടെയും അടിമത്തത്തിന്റെയും എഴുതപ്പെട്ടതും അല്ലാത്തതുമായ എത്രയെത്ര ചരിത്രച്ചാലുകൾ. ആ ചരിത്രച്ചാലുകളിൽ നിന്ന് പൊട്ടിമുളച്ച സ്വാതന്ത്ര്യദാഹത്തിന്റെ, പ്രതിഷേധത്തിന്റെ ഈന്നാമ്പുകൾ. ഇത് ക്വിറ്റ് ഇന്ത്യ സമരസ്തൂപം. ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം 1942 ആഗസ്റ്റ് 19 ചാമ്പലാക്കപ്പെട്ട കൊയിലാണ്ടിയിലെ സ്ഥാപനങ്ങൾ. ഇത് ചേമഞ്ചേരി രജിസ്റ്റർ ഓഫീസ്. ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ. ഇവ കൂടാതെ തിരുവങ്ങൂർ അംശക്കച്ചേരിയും റെയിൽവേ സ്റ്റേഷനും അന്നു തന്നെ ചുട്ടരിക്കപ്പെട്ടു. പാറപ്പള്ളിയിലേക്കുള്ള വഴി വീണ്ടും പഴമയുടെ പെരുമയിലേക്ക്. ഇത് പാറപ്പള്ളിയിലേക്കുള്ള പാത. പാറപ്പള്ളി മക്കയിലെ വിശുദ്ധ കഅബയുടെ മാതൃകയിലാണിത് പണിതത്രേ. ഖബറുകൾ. കെട്ടിപ്പൊക്കിയ 14ഓളം മക്ബറകൾ ഇവിടെയുണ്ട്. പ്രസിദ്ധ സഞ്ചാരികളായ അൽബറൂനി, മാർക്കോ പോളോ, ഇബ്നു ബത്തൂത്ത തുടങ്ങിയവരുടെ യാത്രാ വിവരണങ്ങളിൽ ഈ പള്ളിയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പന്തലായനി തുറമുഖം. പന്തലായനി തുറമുഖത്തെയും ചരിത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഈ തുറമുഖം ഒരു കാലത്ത് മലബാറിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു. അറബി നാടുകളുമായി വളരെയേറെ ബന്ധപ്പെട്ടിരുന്നു ഈ പ്രദേശം. അറബികൾ പന്തറൈന എന്നും പോർച്ചുഗീസുകാർ പന്താരണി എന്നും ചൈനക്കാർ പന്തലന എന്നും ഇതിനെ വിളിച്ചു. ഇത് കെ കേളപ്പൻ, കേരള ഗാന്ധി കെ കേളപ്പന്റെ ജന്മദേശവും പന്തലായനി കൊല്ലത്തിനടുത്താണ്. ഇത് ബാഫക്കിത്തങ്ങൾ, ഉത്തമ മതവിശ്വാസിയായ ബാഫക്കിത്തങ്ങൾ മതേതരത്തിന്റെ കാവലാളായിരുന്നു. അദ്ദേഹവും ജനിച്ചത് കൊയിലാണ്ടിയിൽ തന്നെ.
ഇനി പഴയ കുറുമ്പനാട് താലൂക്കിന്റെ ആസ്ഥാനമായ നടുവണ്ണൂരിലേക്ക്. ഇത് നടുവണ്ണൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. നടുവണ്ണൂർ പ്രദേശം ഈ ക്ഷേത്രത്തിന്റെ ദേവസ്വം വകയായിരുന്നു എന്ന് പഴയ രേഖകൾ സൂചിപ്പിക്കുന്നു. ഏതാണ്ട് 1 ഏക്കറോളം സ്ഥലത്ത് 2 ആൾ പൊക്കത്തിൽ കെട്ടിയുയർത്തിയ കുന്നിലാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രവും വിശാലമായ ക്ഷേത്രക്കുളവും ഏതോ നാടുവാഴിയുടെ ആസ്ഥാനമായിരുന്നു ഇതെന്ന് വ്യക്തമായ സൂചന നൽകുന്നു. ഇത് ക്ഷേത്രക്കുളം. ഈ കുളത്തിന്റെ തൊട്ടു വടക്കുവശത്തുള്ള മഠത്തിൽ, പൂമഠത്തിൽ എന്ന പറമ്പിലുണ്ടായിരുന്ന ഭവനത്തിലാണ് പ്രസിദ്ധ സാഹിത്യകാരൻ ഇന്ദുലേഖയുടെ കർത്താവായ ഒ ചന്തുമേനോൻ ജനിച്ചത്. നിത്യാനന്ദ സ്വാമിയുടെ വീട് നിന്ന സ്ഥലം. ഇത് പുതിയ വീട്. ആധുനികത ഇന്നും അധികമൊന്നും ആക്രമിച്ചിട്ടില്ലാത്ത ഈ കുന്നുംപുറത്തെ തൊടിയിലെ ഒരു കൊച്ചു മൺകൂരയിലാണ് ലോകപ്രസിദ്ധ സന്യാസിവര്യൻ നിത്യാനന്ദ സ്വാമി ജനിച്ചത്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇന്നും ഈ സ്ഥലത്ത് താമസിച്ചു വരുന്നുണ്ട്. ഇത് നിത്യാനന്ദ ആശ്രമം. ഈ തൊടിയോട് ചേർന്ന് ഈ അടുത്ത കാലത്ത് പണിയിച്ചതാണ് നിത്യാനന്ദ ആശ്രമം. ഈ കാണുന്നത് മരക്കാർ സ്തൂപം. പതിനാറാം നൂറ്റാണ്ടിൽ വൈദേശിക ആധിപത്യത്തിനെതിരെ പോരാടിയവരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. ഇവർ സാമൂതിരിയുടെ നാവിക സേനാധിപന്മാരായിരുന്നു. 1498 ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരുമായി ഐതിഹാസികമായ കപ്പൽ യുദ്ധങ്ങളിലൂടെ അസാമാന്യ പാടവം തെളിയിച്ചവരായിരുന്നു മരക്കാർമാർ. ഇത് ക്രാഫ്റ്റ് വില്ലേജ്. കുഞ്ഞാലിക്കോട്ടയോട് ചേർന്ന ഇരിങ്ങൽപ്പാറ എന്ന സ്ഥലമാണ് ഇന്ന് മനോഹരമായ ക്രാഫ്റ്റ് വില്ലേജായി തീർന്നത്. ഇവിടെ കൊയിലാണ്ടി അവസാനിക്കുന്നു. ഈ കാണുന്നത് മൂരാട് പാലം, അപ്പുറത്ത് വടകര താലൂക്ക്.